ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം എന്നുള്ള ആ ചാപ്റ്ററാണ് നോക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റീസിൻ്റെ ചാനലിൽ വന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ നോക്കുന്ന നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കൂടി ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ഇംഗ്ലീഷ് മീഡിയം പുസ്തകം നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം പറയലും പിന്നെ അതിലൂടെ തന്നെ നമ്മൾ ഈ ആക്ടിവിറ്റീസും നമ്മൾ ചർച്ച ചെയ്യും. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് അർത്ഥം അറിയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ്. അതായത് മധ്യകാല ഇന്ത്യ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമൂഹം, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവം, അതായത് നമുക്ക് ലഭിക്കുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്തിട്ടൊക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ച് പറയുകയാണ്. പിന്നെ സൊസൈറ്റി എന്ന സമൂഹം, അന്നത്തെ കാലത്തെ ആ സമൂഹത്തെക്കുറിച്ച്, ജീവിത രീതികളെക്കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ട്രേഡ്, അവരുടെ വ്യാപാര കാര്യങ്ങളെക്കുറിച്ച്, വിനിമയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാറ്റഗറിയിലാണ് ഈ മധ്യകാല ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്നത് ബാബർനാമ. അതിൽ വരുന്ന ചില വാക്കുകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. ഹിന്ദുസ്ഥാന് അത്ഭുതമുള്ള ഒരു ഭൂപ്രദേശമാണ്. കമ്പയർഡ് ടു അതർ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് തികച്ചും എന്താണ്, വിഭിന്നമാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് ഇന്ത്യ. ദ മൗണ്ടെയിൻസ്, അതായത് മലകളുണ്ട്, റിവേഴ്സ് പുഴകളുണ്ട്, ഫോറസ്റ്റസ് കാടുകളുണ്ട്, ആൻഡ് ഡിസേർട്ട് ഹെയർ ആർ യുണീക്ക്, എല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ മരുഭൂമികളൊക്കെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ദ അനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജ്, റെയിൻ ആൻഡ് വിൻഡ് ആർ ഓൾ ഡൈവേഴ്സ്. എന്താണ്, ഇവിടുത്തെ മൃഗങ്ങളും ചെടികളും അതുപോലെ തന്നെ ജനങ്ങളും ഭാഷകളും അതുപോലെ തന്നെ മഴ, കാറ്റ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. പലരും നമ്മുടെ ഒരു ബാബർനാമയിൽ പറയുകയാണ്, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെയധികം, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെയധികം വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. നോക്കൂ, ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ എബോ ടേക്കൺ ഫ്രം ദി ബാബർനാമ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് എടുത്തിരിക്കുന്നത് ബാബർനാമ എന്നുള്ള അതിൽ നിന്നാണ്. ദ മെമ്മോറിയൽ ഓഫ് മുഗൾ എംപറർ ബാബർ. അത് ബാബറുടെ എന്താണ്, ഓർമ്മക്കുറിപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അവിടെ കണ്ടിട്ടുള്ളത്. നമ്മൾ മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ നിന്നും എടുത്ത വരികളാണ് അത്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ എബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചോദ്യമാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? അത് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞ്? എല്ലാം ഹിന്ദുസ്ഥാൻ വളരെയധികം അത്ഭുതമുള്ളതാക്കുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, വനഭൂമികളെല്ലാം വളരെയധികം വ്യത്യസ്തമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, സംസാരിക്കുന്ന ഭാഷ, മഴ, കാറ്റ്, കാലാവസ്ഥ, അത് മഴ, കാറ്റ് ഒക്കെ വളരെയധികം വ്യത്യസ്തമുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കതിൽ വായിച്ച് മനസ്സിലായത്, ഒറ്റയടിക്ക് മനസ്സിലായത്. ബാബർ സ്പീക്ക് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ബാബർ ഇതിൽ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് attracted the foreign travelers to India during the medieval period. അതായത് മധ്യകാലഘട്ടത്തിലെ സഞ്ചാരികളെ, വിദേശ സഞ്ചാരികളൊക്കെ ഇവിടേക്ക് ആകർഷിക്കുന്നതും തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. Their travelogues helps us to comprehend the socio-economic conditions of that period. അപ്പോൾ ഈ ട്രാവലേഴ്സൊക്കെ എഴുതിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എന്തായിട്ടുണ്ട്, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെയും അവിടുത്തെ ആ ഒരു എക്കണോമിക്, അതായത് സാമ്പത്തിക കണ്ടീഷൻസ്, നിലവാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വിവരണങ്ങളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ ബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണമാണ് ഫസ്റ്റ് പറയുന്നത്.
അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, അതായത് കൃഷിയും കൈത്തൊഴിലും. ഫോർ ഫാമിംഗ് സീരിയൽസ് ആൻഡ് ഗ്രാസിംഗ് കാറ്റിൽസ്, അതായത് വിത്തുകൾ കൃഷി ചെയ്യുന്നതിനും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും പശുക്കളെ മേയ്ക്കുന്നതിനും, ഗ്രാസിംഗ് എന്ന് പറഞ്ഞാൽ മേയ്ക്കുക. ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രാസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദി റൂളേഴ്സ്, അതായത് ലാൻഡ് റവന്യൂ എന്നാൽ ഭൂനികുതിയും ഗ്രാസിംഗ് ടാക്സ് എന്നാൽ അത് മേയുന്നതിനുള്ള, അതായത് പുല്ലൊക്കെ വെട്ടി തിന്നതിനുള്ള നികുതിയും. ചുരുക്കി പറഞ്ഞാൽ പശുക്കൾക്ക് അത് പുല്ല് എടുക്കുന്നതിനൊക്കെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിനൊക്കെ ടാക്സ് കൊടുക്കണമായിരുന്നു. ആർക്ക്? ടു ദി റൂളേഴ്സ്, അവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ടിയിരുന്നു. സിമിലർലി അതുപോലെ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്, അതുപോലത്തെ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. ആർക്ക്? ഇൻകം ഫ്രം ട്രേഡ്, വ്യാപാരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇൻകത്തിന് മുകളിൽ ഒരു ടാക്സ് ഇതുപോലെ തന്നെ റൂളേഴ്സിന് കൊടുക്കേണ്ടിയിരുന്നു. 1/6 ഓഫ് ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി, 1/6 ദ 6th ഓഫ് ദ ഇൻകം, അതായത് ആ റൂളേഴ്സിന്റെ അവിടെ എല്ലാവരും നികുതി അടക്കുന്നതിന്റെ 1/6 വാസ് ടു ബി സ്പെൻഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ, അത് ചെലവഴിച്ചിരുന്നതിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സംരക്ഷണത്തിന് വേണ്ടി, ഓഫ് ദി കൺട്രി, കൺട്രിയുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നെന്നാണ് പറയുന്നത്. അതാണ് അൽബറൂനി, മധ്യേഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായിരുന്ന അൽബറൂനി, അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, വാട്ട് ആർ ദ ഓക്കുപ്പേഷൻ ആൻഡ് ടാക്സസ് മെൻഷൻഡ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ, അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വിവരണത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്തുള്ള എന്തൊക്കെ വിവരണങ്ങളാണ് തൊഴിലുകളെയും നികുതികളെ കുറിച്ച് എന്തൊക്കെ വിവരണങ്ങൾ നമുക്ക് ലഭിച്ചതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്, അഗ്രികൾച്ചർ വാസ് ദി ചീഫ് ഓക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലായിരുന്നു എന്ത്? കൃഷി. കോട്ടൺ, സീരിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വർ ദി മേജർ ക്രോപ്സ്, അതായത് മെയിനായിട്ട് വരുന്ന കൃഷികൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? പരുത്തി ഉണ്ടായിരുന്നു, ധാന്യങ്ങൾ, അതായത് കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി, സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, പിന്നെ വരുന്നത് പയർവർഗ്ഗങ്ങൾ, അതുപോലത്തെ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം, നമ്മൾ വസ്ത്രങ്ങളൊക്കെ കളർ ചായം പൂശുന്നതിന് ഉപയോഗിക്കുന്ന സംഗതിയാണ് നീലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പ്, അതുപോലത്തെ എക്സെട്ര, അതുപോലത്തെ മേജർ ക്രോപ്സ്, അതൊക്കെയായിരുന്നു മെയിനായിട്ട് അന്നത്തെ കൃഷികൾ. ഇൻ ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിൽ ദർ വാസ് പ്ലെന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്, എന്താ പറയുന്നത്? ആ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും കൃഷി ചെയ്തിട്ടുണ്ട്, അതായത് കൃഷി ചെയ്യാതെ സൂക്ഷിച്ചിട്ടുള്ള, ദ കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്, കൃഷി ചെയ്യാതെ സൂക്ഷിച്ചിട്ടുള്ള ഉണ്ടായിരുന്ന ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റിയ ഭൂമി ആ സമയത്ത് ഉണ്ടായിരുന്നു. ദോസ് ഹൂ ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെയർ ഗ്രാൻഡഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ്, അതായത് ഇനി അവിടെ ആദ്യമായിട്ട് ആരെങ്കിലും ഇത്തരം ഭൂമിയിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശങ്ങൾ പതിച്ചു കൊടുത്തിരുന്നു, അതായത് ഗ്രാൻഡഡ് ഇറ്റ്സ് ഓണർഷിപ്പ്, അതിൻ്റെ ഉടമസ്ഥാവകാശം അപ്പോൾ തന്നെ അവർ നൽകിയിരുന്നു. അത് കൃഷിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, കൃഷിയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃഷിയെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ജനങ്ങളിൽ അതിനുള്ള താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, അന്നത്തെ റൂളേഴ്സ് അത് ചെയ്യുന്നത്, ഭരണാധികാരികൾ അത് ചെയ്തത്. ദ ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ട്രൈഡ് ടു വിൻ ദി ഓണർഷിപ്പ് ഓഫ് സച്ച് ലാൻഡ് ഇൻ ദിസ് വേ. അപ്പോൾ ഇത്തരമുള്ള ഓഫറുള്ള സമയത്ത് അന്നത്തെ അധ്വാനികളായിട്ടുള്ള കൃഷിക്കാർ അതിനുവേണ്ടി ട്രൈ ചെയ്തു, അതായത് ശ്രമിച്ചു. ഇതിന് ടു വിൻ ദി ഓണർഷിപ്പ്, അതിൻ്റെ ആ ഭൂമിയുടെ ഓണർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. കാരണം ഒരു ഓഫറാണ്, നമുക്ക് ഭൂമി സ്വന്തമാക്കി തരും, കൃഷി ചെയ്താൽ മതി എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ ഹാർഡ് വർക്കായിട്ടുള്ള കൃഷിക്കാരൊക്കെ മുന്നോട്ട് വന്നു. അതായത് കൃഷിയെ പരിപോഷിക്കുകയാണ് സർക്കാർ, അപ്പോൾ അതിൽ ആകർഷകരായിട്ട് ആളുകളൊക്കെ വന്നു. ലെറ്റ് അസ് സീ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി റൂളേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് അന്നത്തെ ഭരണാധികാരികൾ കൃഷിക്ക് വേണ്ടിയിട്ട്, കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം, അറേഞ്ച്ഡ് പറഞ്ഞാൽ അതിൻ്റെ സൗകര്യം ഒരുക്കി കൊടുത്തു. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ സപ്ലൈഡ് സീഡ്സ്, നല്ല വിത്തുകളൊക്കെ സപ്ലൈ ചെയ്തു, നല്ല ഇനം മുന്തിയ ഇനം വിത്തുകളൊക്കെ സർക്കാർ അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുത്തു.
ഗ്രാൻഡ് ടാക്സ് റിലാക്സേഷൻ, എന്താ നികുതിയിലുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇളവ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇളവ് കൊടുത്തു. ഗ്രാൻഡ് ടാക്സ് റിലാക്സേഷൻ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ കൃഷി ചെയ്യാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളത് അന്നത്തെ ഭരണാധികാരികൾ. ഇൻ ദി മിഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വേർ ഗിവൺ ലാൻഡ് വാസ് വേജസ്. നോക്കൂ, ദ മിഡീവൽ പീരീഡ്, മധ്യകാല ആ സമയത്ത് ഓഫീസേഴ്സിനൊക്കെ വേർ ഗിവൺ ലാൻഡ് ആസ് വേജസ്, അവർക്ക് ഭൂമിയായിരുന്നു വേതനമായിട്ട് കൊടുത്തിരുന്നത്. അന്നത്തെ ഓഫീസേഴ്സിനൊക്കെ ക്യാഷ് ആയിട്ടല്ല അവർക്ക് കൂലി കൊടുത്തിരുന്നത്. എന്തായിരുന്നു, ഭൂമിയൊക്കെ വീതം വെച്ചിട്ടായിരുന്നു അവരുടെ വേജസ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഭൂമിയായിരുന്നു അവർക്ക് ശമ്പളമായിട്ട് കൊടുത്തിരുന്നത്. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിങ് ദിസ് സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇതിനെ പറയുന്ന പേരാണ് ഇക്ത. IQTA എന്നാണ് ഇതിന് പറയില്ല. ആ വേജസിന് പകരം ഭൂമി കൊടുക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ്, സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ പറയുന്ന പേരാണ് ഇക്ത. ആൻഡ് ജാഗിർദാരി ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്. മുഗൾ ഭരണകാലത്ത് അതിന് പറയുന്ന പേര് ഇക്ത എന്ന് മാറിയിട്ട് ജാഗിർദാരി എന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി നമുക്കിതിൽ ഒരു എക്സസൈസ് വരുന്നത്, വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ടഡ്. എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്തത്. ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഡ്യൂറിങ് ദി സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ്. സുൽത്താനേറ്റിൻ്റെ മുഗൾ കാലഘട്ടത്തിലൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. നോക്കൂ, അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് ആൻസറായിട്ട് എന്തൊക്കെ എഴുതാം. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അത് എഴുതാം. ഇവിടെ ഈ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് എഴുതാം. സപ്ലൈസ് സീഡ്സ് എഴുതാം. ഗ്രാൻഡ് ടാക്സ് റിലാക്സേഷൻ എഴുതാം. അതുപോലെ 4ാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദ ഓഫീസേഴ്സ് വർ ഗിവൺ ലാൻഡ് വാസ് വേജസ്, അത് എഴുതാം. ഇക്ത സുൽത്താനേറ്റ് പീരീഡ്, ജാഗിർദാരി മുഗൾ പീരീഡിലായിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ പറഞ്ഞല്ലോ അവർക്ക് വേജസ് ആയിട്ട് ഭൂമിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതും അതിന് സഹായകമായിട്ട് കൃഷിയെ പരിപോഷിക്കുന്നതിനൊക്കെ സഹായകമാണ്. അതുപോലെ തന്നെ പ്ലെന്റി കൾട്ടിവേറ്റ് ലാൻഡ് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് അൺകൾട്ടിവേറ്റഡ്. എന്താ പറഞ്ഞത്, അതെവിടെ നോക്കൂ, ഈ ഒരു വരി ഇവിടെ, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും തന്നെ കൃഷി ചെയ്യാത്ത നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ആരാണോ അത് കൃഷി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് അവരുടെ കൃഷിയെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ റൂളേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. സൽത്തനത്ത് മുഗൾ ഭരണ കാലഘട്ടത്തിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ്, ജലസേചനം ചെയ്തു കൊടുത്തു, നല്ല ഇനം വിത്തുകൾ കൊടുത്തു, ടാക്സിലൊക്കെ റിലാക്സേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഓഫീസേഴ്സിന് അവർക്ക് വേജസിന് പകരമായിട്ട്, കൂലിക്ക് ശമ്പളത്തിന് പകരമായിട്ട് ഭൂമിയാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് അതിലും കൃഷി ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ അവർക്കത് മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നല്ല ഭൂമിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. കൃഷി ചെയ്യാത്ത നല്ല വിളവ് ലഭിക്കുന്ന ഭൂമിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ കൃഷി ചെയ്താൽ അവർക്ക് അതിൻ്റെ ഓണർഷിപ്പും കൂടി അന്നത്തെ റൂളേഴ്സ് ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൃഷിയെ അന്നത്തെ കാലഘട്ടത്തിൽ പുരോഗതിയിലേക്ക് സഹായിച്ച പ്രധാനമായും വരുന്ന ഘടകങ്ങൾ. അപ്പം ഇനി അടുത്ത പേജിൽ വരുന്നത് ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ. അപ്പോൾ കൃഷിയോട് കൂടെ തന്നെ മെനി ഓക്കുപ്പേഷൻ ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജസ്. കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. വാട്ട് മൈറ്റ് ബി ഇത്, അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാം. മെറ്റൽ വർക്ക്, അതായത് ലോഹപ്പണിക്ക് വേണ്ട എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്ന്. പിന്നെ നമുക്കിവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട് ജലസേചനത്തിന് വേണ്ടിയിട്ട് എ വാട്ടർ വീല് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ, അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ നോക്കൂ, സ്പിന്നിങ് വീല്, അതായത് ചക്രം, ശർക്ക എന്നാണ് ഇതിന് പറയുന്നത്. നൂല് നൂൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന പല ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഇതിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയായിരുന്നു എന്ന്
ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ താഴെ പറയുന്നത് വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വേർ മേജർ ഒക്കുപേഷൻ ഇൻ ടൗൺസ്. എന്താ പറയുന്നത്? വീവിംഗ് എന്ന് പറഞ്ഞാൽ നെയ്ത്തും ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ്, അത് മറ്റ് കൈത്തൊഴിലുകളും വേർ ദ മേജർ ഒക്കുപേഷൻ, അതായിരുന്നു മെയിനായിട്ട് വരുന്ന തൊഴിലുകൾ ഇൻ ടൗൺസ്. ടൗണിലെ, ഗ്രാമത്തിലല്ല, ടൗണിലെ മെയിനായിട്ട് വരുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നെയ്ത്തും അതുപോലെ തന്നെ കൈത്തൊഴിലുകളൊക്കെ ആയിരുന്നു. ദ കോട്ടൺ, അതായത് പരുത്തി, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, നീലം, അതുപോലെ തന്നെ ആൻഡ് സിൽക്ക് പറഞ്ഞാൽ പട്ടുനൂല്, പ്രൊഡ്യൂസ്ഡ് ബൈ ദി റൂറൽ ഫോക്സ് എൻറിച്ച്ഡ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കിയിരുന്ന കാര്യങ്ങൾ. അവരത് ഏതൊക്കെ കൃഷി, പരുത്തിയും നീലവും പട്ടുനൂലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ, കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ നെയ്ത്ത് വ്യവസായത്തെ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. എൻറിച്ച്ഡ് പറഞ്ഞാൽ ഫോക്സ് എൻറിച്ച്ഡ് പറഞ്ഞാൽ ശക്തമാക്കിയിട്ടുണ്ട്. ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെന്റ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ ഇന്ത്യൻ നെയ്ത്തുകാര് ഗാർമെന്റ്സ്, വസ്ത്രങ്ങൾ നിർമ്മിച്ചത് ഡിഫറെന്റ് പല കളറിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെയാണ് ഇന്ത്യൻ നെയ്ത്തുകാര് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ദ ഗാർമെന്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, പട്ടുനൂലിലൊക്കെയാണ് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പട്ടുനൂല്, അതുപോലെ തന്നെ പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുള്ള വസ്ത്രങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. വൂൾ വേർ ഇമ്പോർട്ടന്റ് എമംഗ് ദം. ഏതൊക്കെയാണ്? പട്ടുനൂല് കൊണ്ടും കോട്ടൺ കൊണ്ടും പരുത്തി കൊണ്ടും അതുപോലെ തന്നെ വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലോംസ് വേർ യൂസ്ഡ് ഫോർ വീവിങ്. അപ്പോൾ അവർ ഇത് തുന്നുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു? അവർ നൂൽക്കാനുള്ള ചർക്കയും അതുപോലെ തന്നെ നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഓക്കെ. അതുപോലെ ഇൻഡിഗോ ആൻഡ് കളേഴ്സ്, അതായത് നീലവും കളർ മിക്സിങ്, ചായ മുക്കുന്നതൊക്കെ അവർ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു? ദ കളർ മിക്സർ വേർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദി ടെക്സ്റ്റൈൽസ്. അപ്പോൾ അതൊക്കെ അവർ തുണികളിൽ ഉപയോഗിച്ചു. നിറം കൊടുക്കുന്നതും പിന്നെ ചായ മുക്കുന്നതൊക്കെ അവർ തുണികളിൽ പരീക്ഷിച്ചു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വോൺ വേൾഡ് അക്ലെയിം. അപ്പം അങ്ങനെ ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോകത്ത് അതിൻ്റെ പ്രശസ്തി നേടി, അല്ലെങ്കിൽ എല്ലായിടത്തും അറിയപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യൻ ഡ്രസ്സുകൾക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ടായി. കാരണത്താൽ ഇതൊക്കെ ചെയ്തതിനാൽ വേൾഡ് മാർക്കറ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു ഇന്ത്യൻ ഡ്രസ്സിനൊക്കെ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്കസ് ഹൗ ദി അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദി ഗ്രോത്ത് ഓഫ് ദി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി. അപ്പോൾ എന്താ വെച്ചാൽ കാർഷിക മേഖല നെയ്ത്തു വ്യവസായത്തിന്റെ വളർച്ചയെ കാർഷിക മേഖല എങ്ങനെയൊക്കെയാണ് സഹായിച്ചത്? എങ്ങനെയൊക്കെയാണ് അതൊന്ന് എഴുതാൻ വേണ്ടി ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. ഹൗ ദ അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കൃഷിയുടെ ഘടകം, കൃഷിയുടെ ആ സാന്നിധ്യം പ്രൊമോട്ടഡ് എങ്ങനെയൊക്കെ സ്വാധീനിച്ചു ദി ഗ്രോത്ത് ഓഫ് ദി ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ നെയ്ത്തിനെ എങ്ങനെയൊക്കെയാണ് സഹായിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സഹായിച്ചത്? നോക്കൂ, വില്ലേജേഴ്സിന്റെ പ്രധാനപ്പെട്ട തൊഴിലുകളായിരുന്നു എന്തൊക്കെ? കൈത്തൊഴിലും അതുപോലെ തന്നെ കൃഷി ഉപകരണങ്ങളുടെയൊക്കെ നിർമ്മാണമൊക്കെ ആയിരുന്നു ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നത്. കൃഷി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടെ വില്ലേജേഴ്സിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ അതൊക്കെയായിരുന്നു. നോക്കൂ, അഗ്രികൾച്ചർ ആൻഡ് മെനി ഒക്കുപേഷൻ ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജസ്. ആ വില്ലേജിലുള്ള ആളുകൾ, ഗ്രാമത്തിലുള്ള ആളുകൾ, അവിടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൈത്തൊഴിലും അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കലായിരുന്നു. അപ്പോൾ പട്ടണത്തിലെ ആളുകൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? അവരുടെ വ്യവസായം നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെ സഹായിക്കാൻ നെയ്ത്തുകാർക്ക് പല ഉപകരണങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട്, അതായത് പരുത്തിയും നീലവും പട്ടുനൂലൊക്കെ ഇന്ത്യൻ ഗ്രാമീണ ജനതയിൽ നിന്ന് അവിടെ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റി. അപ്പോൾ അതിനാൽ ഗ്രാമങ്ങളിലെ ആ കൃഷി കാര്യങ്ങളൊക്കെ നെയ്ത്തിനെ വളരെയധികം അത് സഹായിച്ചു. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ പരുത്തി, കമ്പിളി എന്നിവയൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് തന്നെ സഹായകമായി. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമീണ ജനത ഉൽപ്പാദിച്ച പരുത്തിയും നീലവും പട്ടുനൂലും
നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. അങ്ങനെ അവർക്ക് കൃഷിയുടെ വളർച്ച, കാർഷിക മേഖല, നെയ്ത്ത് വ്യവസായത്തിൻ്റെ വളർച്ചയെ വളരെയധികം ഈ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നത് നിക്കോളോ കോണ്ടി എന്ന് പറയുന്ന ആളുടെ കുറിപ്പാണ് അതിൽ കാണിക്കുന്നത്. ടൗൺ ആൻഡ് ട്രേഡ്, അതായത് നഗരങ്ങളും വാണിജ്യവും. അദ്ദേഹം സഞ്ചാരിയായിരിക്കും. അദ്ദേഹം കണ്ട കാഴ്ചകളൊക്കെ വിജയനഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പാണത്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ദ ഗ്രേറ്റ് ടൗൺ വിജയനഗര ഈസ് സിറ്റുവേറ്റഡ് നിയർ സ്റ്റീപ്പ് മൗണ്ടെയിൻ റേഞ്ചസ്. വിജയനഗര എന്ന ആ നഗരം കീക്കാന്തൂക്കായ അല്ലെങ്കിൽ കുത്തനെയുള്ള ചെങ്കുത്തായ മലയുടെ ഇടയിലാണ്. There are attractive gardens and groves in this town. അവിടെ ആ പട്ടണത്തിൽ വളരെ ആകർഷകമായിട്ടുള്ള ഗാർഡനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ചെറിയ കാടുകളൊക്കെ ഉണ്ട്, വനങ്ങളൊക്കെ ഉണ്ട്. The market of this prosperous town are full of costly goods. എന്താ പറയുന്നത്, ആ നഗരത്തിലെ മാർക്കറ്റുകളൊക്കെ, അതായത് അങ്ങാടികളൊക്കെ ഫുള്ളായിട്ട് നല്ല വില പിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രക്കും സമ്പദ്ഘടനയിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു നഗരമായിരുന്നു വിജയനഗരം എന്ന സ്ഥലം. അദ്ദേഹം ആ കാഴ്ച, അദ്ദേഹത്തിൻ്റെ ആ വിവരണം അദ്ദേഹത്തിൻ്റെ വിവരണക്കുറിപ്പിൽ എഴുതിയിട്ടുള്ളതാണ്. കീക്കാന്തൂക്കായിട്ടുള്ള മലനിരകൾക്കിടയിലാണ്. അവിടെ ധാരാളം ഉദ്യാനങ്ങളും അതുപോലെ തന്നെ ഊവനങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ മാർക്കറ്റിലൊക്കെ വളരെയധികം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളൊക്കെയാണ്. വസ്ത്രങ്ങളും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ പോലുള്ള വില കൂടിയ സാധനങ്ങളൊക്കെയാണ് അവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രോസ്പെരസ് എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധമായ അല്ലെങ്കിൽ അഭിവൃദ്ധിയുള്ളതെന്നൊക്കെയാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വിവരണം നോക്കാം. ഹാവ് യു റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വിജയനഗര ബൈ നിക്കോളോ കോണ്ടി, ദ ഇറ്റാലിയൻ ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടിയുടെ വിജയനഗരത്തെക്കുറിച്ചുള്ള ആ ഒരു വിവരണം നിങ്ങൾ വായിച്ചില്ലേ? ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ക്രിയേറ്റഡ്. അപ്പോൾ ഈ കൃഷിയുടെ ആ ഉയർച്ച അത് എന്തിനു സഹായിച്ചു? ക്രിയേറ്റഡ് ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പം അന്നത്തെ വ്യാപാരത്തിന്, കാർഷിക രംഗത്തെ പുരോഗതി, വാണിജ്യം വികസിക്കാനുള്ള, അതായത് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതിലും പുരോഗതി ഉണ്ടായി. നല്ല നല്ല സാധനങ്ങൾ ഉൽപ്പാദിച്ചപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് കൂടി. അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. അത് കൃഷിയുടെ ആ ഒരു എന്താ പറയുക, മുന്നേ റൂളേഴ്സ് കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്തു. കൃഷിക്കാരെ ഉൽപ്പന്നങ്ങളൊക്കെ മെച്ചപ്പെട്ടപ്പോൾ അത് വ്യാപാരത്തെയും അനുകൂലമായിട്ട് ബാധിച്ചു. അപ്പോൾ അതിൽ വരുന്ന ഇന്ത്യൻ സ്പൈസസ്, അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, ലെതർ, തുകല്, ജെംസ് എന്ന് പറഞ്ഞാൽ എന്താ, രത്നങ്ങൾ, അതുപോലെ തന്നെ സാൻഡൽ എന്നാൽ ചന്ദനങ്ങൾ, അതുപോലെ തന്നെ മെറ്റൽസ് എന്നാൽ ലോഹങ്ങൾ, ഇരുമ്പ്, സ്വർണം, വെള്ളി, അതുപോലത്തെ ലോഹങ്ങൾ. പിന്നെ വരുന്നത് പേഴ്സ് എന്നാൽ മുത്ത് ചിപ്പി വരുന്ന ആ കാറ്റഗറിയിൽ പവഴങ്ങൾ, അതാണ് പേഴ്സായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഐവറി എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ്. അപ്പോൾ ഇതൊക്കെ അതുപോലത്തെ എക്സെട്ര അതുപോലത്തെ കാര്യങ്ങളൊക്കെ വ്യാപാരം പുറത്തേക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ വിദേശ മാർക്കറ്റുകളിലൊക്കെ അതിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ സാധനങ്ങൾക്കൊക്കെ വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു. ദീസ് കമ്മോഡിറ്റീസ് അട്രാക്ട് ട്രേഡേഴ്സ് ടു ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തുനിന്നുള്ള വ്യാപാരം ചെയ്യുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. അട്രാക്റ്റാണ് ആകർഷിക്കുക. സെവറൽ ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, വ്യാപാരികൾ, റീച്ച്ഡ് ഇന്ത്യ ഇൻ ദി മിഡീവൽ പീരീഡ്. അപ്പോൾ മധ്യകാലത്ത് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ള ആ അറിവുകൊണ്ട് അവരൊക്കെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. ഇനി വരുന്നത് ആരൊക്കെയായിരുന്നു അന്ന് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ കച്ചവടക്കാർ ആരൊക്കെയായിരുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. ദ ഫോറിനേഴ്സ് ഹു എൻഗേജ്ഡ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുമായിട്ട്
വ്യാപാരം നടത്തിയ പുറത്തു നിന്നുള്ള ആളുകൾ ആരൊക്കെ? ഒന്നാമതായിട്ട് വരുന്നത് ചൈനീസ്, ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസ്, അതുപോലെ തന്നെ ഡച്ച്, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ. അവസാനമായിട്ട് വന്നത് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് വന്നു കാണാൻ അവസാനം ഇന്ത്യയെ കീഴടക്കിയതും ഇന്ത്യയെ അവർ കോളനിയാക്കി വെച്ചതൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അവർ കച്ചവടത്തിനായിരുന്നു ആദ്യം വന്നത്, പിന്നീട് ഇന്ത്യ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ അത് പിന്നീട് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ വന്ന കച്ചവടക്കാർ എന്ന രീതിയിൽ ഇത് മാത്രം മനസ്സിലാക്കുക. ഇനി ഇവിടെ അവസാനമായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് കോഴിക്കോടിനെ കുറിച്ചാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാലിക്കോ ആൻഡ് കാലിക്കറ്റ്. അപ്പോൾ കാലിക്കോയും കാലിക്കറ്റും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് കോഴിക്കോടിനെ കുറിച്ചാണ് പറയുന്നത്. കോട്ടൺ ടെക്സ്റ്റൈൽസ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. അപ്പോൾ കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ദീസ് ടെക്സ്റ്റൈൽസ് വെർ നോൺ ആസ് കാലിക്കോ. അപ്പോൾ ഈ തുണിത്തരങ്ങളൊക്കെ യൂറോപ്പിലെ വിപണിയിലേക്കാണല്ലോ കയറിപ്പോകുന്നത്. അപ്പോൾ അവർ ഇന്ത്യ യൂറോപ്യൻസ് മാർക്കറ്റ് അവിടേക്കാണ് കയറിപ്പോയിരുന്നത്. അപ്പോൾ അവിടെ കാലിക്കോ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാലിക്കോ എന്നാണ് ഇത്തരം തുണിത്തരങ്ങളെ അവിടെ മാർക്കറ്റിൽ അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോട് വാസ് കാൾഡ് കാലിക്കറ്റ് ബൈ ദി യൂറോപ്യൻസ്. അപ്പോൾ യൂറോപ്യൻസ് കോഴിക്കോടിനെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? കാലിക്കറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെയാണ് കോഴിക്കോടിന് ഇംഗ്ലീഷിൽ കാലിക്കറ്റ് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ കോട്ടൺ ടെക്സ്റ്റൈൽസ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കാലിക്കറ്റ്. ദീസ് ടെക്സ്റ്റൈൽസ് വെർ നോൺ ആസ് കാലിക്കോ ഇൻ ദി യൂറോപ്യൻ മാർക്കറ്റ്. കോഴിക്കോട് നിന്നും വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വ്യാപാരത്തിന് വളരെയധികം മുൻതൂക്കമുള്ള ഒരു തുറമുഖമായിരുന്നു കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്നും കയറ്റി അയക്കുന്നത് കൊണ്ട് യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ കോഴിക്കോട് നിന്നും വരുന്ന വസ്ത്രങ്ങൾ എന്ന രീതിയിൽ കാലിക്കോ എന്ന പേരിലായിരുന്നു അവിടെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് അവർ വിളിച്ചിരുന്നത് കാലിക്കറ്റ് എന്നായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ആക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് വരുന്നത് നിക്കോളോ കോണ്ടി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായ കാർഷിക പുരോഗതിയെക്കുറിച്ചും വാണിജ്യ പുരോഗതിയെക്കുറിച്ചും ഒരു ഉപന്യാസം തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ ഒരു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിശദീകരിച്ച് തന്നെ എഴുതണം. അപ്പോൾ ആ കാലഘട്ടത്തിലെ കൃഷിക്ക് വേണ്ടി അന്നത്തെ ഭരണാധികാരികൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ ചുരുക്കി എഴുതാം. അതായത് ജലസേചനവും അതുപോലെ തന്നെ നല്ല ഇനം വിത്തുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തല്ലോ, ഭൂമി പതിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ കൃഷി അഭിവൃദ്ധിപ്പെട്ടു, അല്ലെങ്കിൽ കൃഷിയിലേക്ക് ആളുകളെ ആകർഷിച്ചു. അങ്ങനെ കൃഷിയിലുള്ള പുരോഗതി, വില്ലേജിലെ ഗ്രാമത്തിലെ കൃഷിയിലെ പുരോഗതി, അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്, അതും കൃഷിയെ പരിപോഷിക്കാൻ സഹായകമായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അവിടെ കൃഷി മെച്ചപ്പെടുകയും ആ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടൗണിലെ ആളുകൾ, പ്രധാനമായിട്ടും കൃഷി എന്ന് പറയുന്നത് പട്ടുനൂലും അതുപോലെ തന്നെ നീലവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ടൗണിലെ ആളുകൾ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി, നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അവരുടെ വ്യവസായം വസ്ത്രനിർമ്മാണത്തിലായിരുന്നു. അവരുടെ മുഴുവൻ ടൗണിലെ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ വസ്ത്ര വ്യാപാരത്തിലായിരുന്നു. അപ്പോൾ അതിലൂടെ നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലുള്ളത് എന്താ വെച്ചാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. തുണിത്തരങ്ങൾ, തുകല്, രത്നങ്ങൾ, ചന്ദനം, ലോഹം, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയ ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിക്കാൻ തുടങ്ങി. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്തായി, പുറം നാടുകളിലേക്ക് നമുക്ക് കയറ്റി അയക്കാൻ സാധിച്ചു, വ്യാപാരം തുടങ്ങി. അപ്പോൾ ഇത്തരം നല്ല സാധനങ്ങൾ ലഭിക്കുന്നത് കണ്ടിട്ട് പല സഞ്ചാരികളും അതുപോലെ തന്നെ പല വ്യാപാരികളും ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ഇന്ത്യൻ മാർക്കറ്റിനെ അവർ നല്ല ഒരു മാർക്കറ്റായിട്ട് കണ്ടുകൊണ്ട് പുറം രാജ്യങ്ങളിൽ നിന്നും ചൈന, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ ഇവിടേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ വ്യാപാരത്തിന് വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യാപാരം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഒന്നു മുതലുള്ള കാര്യങ്ങൾ ചുരുക്കിയിട്ട് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എഴുതാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷ് തന്നെ എഴുതുക. നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോ ഭാഗത്തും നമ്മൾ പറഞ്ഞല്ലോ, അർത്ഥമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് കേട്ടിട്ട് എല്ലാ വിവരങ്ങളും കേട്ടിട്ട് അത് ചുരുക്കിയിട്ട് അതിന് വേണ്ട സെൻറ്റൻസുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ എസ്സേ രൂപത്തിൽ എഴുതാൻ ശ്രമിക്കുക.
എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഗ്രൂപ്പിൽ ഇതുവരെ ഇല്ലാത്ത ആളുകളാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഗ്രൂപ്പിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.